ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ അത്യാവശ്യം പഠിച്ച് വളരെ കാര്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു മോഡ്യൂള് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഏവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോകുന്നു. ഇനി അധികം വർത്തമാനമൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗാൽവാനിക് സെൽ. എന്താണ് നമ്മൾ നോക്കുന്നത്? ഫസ്റ്റ് ഗാൽവാനിക് സെൽ. എന്താണ് ഗാൽവാനിക് സെൽ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നു, ഗാൽവാനിക് സെൽ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഗാൽവാനിക് സെൽ എന്താണ്? ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അപ്പോഴോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞു സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു. എന്താണ് സ്പോണ്ടേനിയസ്? വളരെ അധികം എനർജി എന്ന് യൂസ് ചെയ്യാതെ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ സാധാരണ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ സെൻറ്റൻസ് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗാൽവാനിക് സെൽ ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ദാറ്റ് കൺവേർട്സ് ദ കെമിക്കൽ എനർജി ഓഫ് സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതായത് തന്നെത്താൻ സ്വയം നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ. ഓക്കെ, ഇനിയോ ഇൻ ദിസ് ഡിവൈസ് ദ ഗിബ്സ് എനർജി. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു ടേമാണ് ഗിബ്സ് എനർജി. നമുക്ക് മറ്റൊന്നിൻ്റെയും ഹെൽപ്പില്ലാതെ മാക്സിമം വർക്ക് ചെയ്യാൻ സഹായകമാകുന്ന എനർജിയാണ് ഗിബ്സ് എനർജി എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി എന്ന് നിങ്ങളിപ്പോൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഗിബ്സ് എനർജി ഓഫ് ദി സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ്റെ ഗിബ്സ് എനർജി, ആ എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കൺവേർട്ട് ഇൻറ്റു ഇലക്ട്രിക്കൽ വർക്ക്. ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ എനർജിയെയും അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഒരു ഇലക്ട്രിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം പറഞ്ഞു, ഗിബ്സ് എനർജി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡിവൈസിനകത്ത് ഗിബ്സ് എനർജി ഓഫ് സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ, അതായത് ഇവിടെ നടക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ്റെ ഗിബ്സ് എനർജിയെ പൂർണ്ണമായും എന്തായിട്ട് ഈ സെല്ല് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഇലക്ട്രിക്കൽ വർക്കായിട്ട് ഈ സെല്ല് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? വിച്ച് മേ ബി യൂസ്ഡ് ഫോർ റണ്ണിങ്. എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന? മോട്ടോറ്, അതേപോലെ തന്നെ അതർ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ്. മറ്റ് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സുകൾ, മോട്ടോറുകൾ, ഇവയുടെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യും. കാരണം ഇതെല്ലാം ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഹീറ്ററുണ്ട്, ഫാനുണ്ട്, ഗീസറുണ്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നതാണ്? വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ എനർജിയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാം? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഗാൽവാനിക് സെല്ലുകൾ. അതുകൊണ്ട് ഈ പിക്ചർ നോക്കൂ. ഇവിടെ സിങ്ക് ഉണ്ട്, സിങ്ക് സൾഫേറ്റ് ഉണ്ട്, കോപ്പർ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു പോറസ് മെംബ്രെയിൻ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് പിക്ചറാണ്. നമുക്ക് സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗാൽവാനിക് സെല്ല് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, ദ സെൽ റിയാക്ഷൻ ഇൻ ഗാൽവാനിക് സെൽ. ഈ ഗാൽവാനിക് സെല്ലിനകത്ത് സാധാരണഗതിയിലുള്ള ഒരു സെൽ റിയാക്ഷൻ നമ്മൾ എടുത്താൽ അതിൻ്റെ ഫുൾ
സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് റിയാക്ഷനുകൾ ചേർന്ന് ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ നടക്കുന്നതാണ്. അപ്പോൾ ഫുൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 ഹാഫ് റിയാക്ഷൻസ് ചേരുന്നതാണ്. എന്താണ്? ഗാൽവാനിക് സെല്ലിൻ്റെ പൂർണ്ണമായ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 ഹാഫ് സെൽ റിയാക്ഷൻസ് ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ പറ്റുന്നത്? ദ സെൽ റിയാക്ഷൻ ഇൻ എ ഗാൽവാനിക് സെൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഹാഫ് സെൽ റിയാക്ഷൻസ്. ഓക്കെ, അത് എങ്ങനെയുള്ള റിയാക്ഷൻസ് ആയിരിക്കാം? ഇതാ ഇവിടെ നോക്കൂ, ഒന്നാമതായിട്ട് നമുക്കിവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. രണ്ടാമത് നമുക്ക് മറ്റൊന്ന് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ തന്നിരിക്കുന്നത്? ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. കണ്ടോ? അപ്പോൾ ഒരു ഫുൾ സെൽ റിയാക്ഷൻ എടുത്താൽ അതിനകത്ത് 2 റിയാക്ഷൻസ് കാണും. ഒന്നാമത്തേത് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ, രണ്ടാമത്തേത് ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷനും കാണും, റിഡക്ഷൻ റിയാക്ഷനും കാണും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് റിഡോക്സ് റിയാക്ഷൻ ആകുന്നത്, സെൽ റിയാക്ഷൻ ആകുന്നത്. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ ഏതാണെന്ന്. ദ കോപ്പർ 2+ അയോൺ Cu2+ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് കോപ്പറായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, മാറുന്നു. നോക്കൂ, Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആയിട്ട് മാറുന്നു. ഇനി ഇതെങ്ങനെ റിഡക്ഷൻ ആയി? ഇതാ നോക്കൂ, കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +2 ആണ്. ആ +2 ആയിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള കോപ്പർ അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 കോപ്പറായി മാറുന്നു. അപ്പോൾ നോക്കൂ, 2ൽ നിന്ന് 0ത്തിലേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞില്ലേടെ കോപ്പറിൻ്റെ? അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്ന പ്രവർത്തനത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റിഡക്ഷൻ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഇത് റിഡക്ഷൻ ഹാഫ് സെല്ലായത്. ഇനി ഇതാ നോക്കൂ, രണ്ടാമത്തെ റിയാക്ഷൻ Zn+ അല്ലെങ്കിൽ Zn ഗീവ്സ് Zn2+ 2 ഇലക്ട്രോൺ. ഇതെവിടെ നോക്കൂ, Zn-ൻ്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരുന്ന സിങ്ക് Zn2+ അയോൺ ആവുകയും 2 ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും Zn ഗീവ്സ് Zn2+ 2 ഇലക്ട്രോൺ എന്നായി. ഇവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ എത്രയായി? +2 ആയി കൂടി. എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. അതുകൊണ്ട് ഈ റിയാക്ഷൻ എന്ത്? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. പിടി കിട്ടിയ? ഓക്കെ. ഇനിയോ, ദീസ് റിയാക്ഷൻസ് ഒക്കേഴ്സ് ഇൻ 2 ഡിഫറൻറ്റ് പോർഷൻസ് ഓഫ് ദ ഡാനിയൽ സെൽ. അല്ലെങ്കിൽ ഈ സെല്ലിൻ്റെ വ്യത്യസ്തമായ പോർഷനുകളിലാണ്, അതായത് 2 ഇലക്ട്രോഡുകളിലുമാണ് ഈ റിയാക്ഷൻസ് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. പിന്നെയോ, ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺ കോപ്പർ ഇലക്ട്രോഡ്. ഇപ്പം ഈ റിഡക്ഷൻ എവിടെയാണ്? നമുക്കറിയാം, റിഡക്ഷൻ എവിടെയാണ് ഉണ്ടായത്? കോപ്പറിലാണ് ഉണ്ടായത്. പിന്നെയോ, വൈൽ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഒക്കർ ചെയ്തത് എവിടെയാണ്? സിങ്ക് ഇലക്ട്രോഡിലാണ്. അപ്പോൾ റിഡക്ഷൻ നടന്നത് കോപ്പറിലും പിന്നെ നമ്മുടെ ഓക്സിഡേഷൻ നടന്നത് എവിടെയുമാണ്? സിങ്കിലുമാണ്. ഓക്കെ ആണോ? ഓക്സിഡേഷൻ ഒക്കേഴ്സ് ഇൻ സിങ്ക് ഇലക്ട്രോഡ്, പിന്നെ റിഡക്ഷൻ ഒക്കേഴ്സ് ഇൻ കോപ്പർ ഇലക്ട്രോഡ്. അത് നമ്മൾ മുകളിലുള്ള റിയാക്ഷനിൽ നിന്ന് പഠിച്ചതാണ്. പിന്നെയോ, ദീസ് 2 പോർഷൻസ് ഓഫ് ദി സെൽസ് ആർ ആൾസോ കാൾഡ് ഹാഫ് സെൽസ്. ഈ 2 പോർഷനുകളെ, അതായത് ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് 2 പോർഷനുകൾ എടുക്കുന്നത് എങ്ങനെയാണ്? സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, അതൊന്നാമത്തെ പോർഷൻ. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്, അത് രണ്ടാമത്തെ പോർഷൻ. ഇതിലെ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനെ ഒരു ഹാഫ് സെൽ എന്ന് വിളിക്കാം. അടുത്ത കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ മറ്റൊരു ഹാഫ് സെൽ എന്ന് വിളിക്കാം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സെല്ലാവുന്നത്. ഓക്കെ, ദീസ് 2 പോർഷൻസ് ഓഫ് സെൽസ് ആർ ആൾസോ കാൾഡ് ഹാഫ് സെൽസ്. ഹാഫ് സെൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് റിഡോക്സ് കപ്പിൾ. എന്തെന്ന് വിളിക്കും നമ്മൾ? റിഡോക്സ് കപ്പിൾ എന്നും ഇവയെ നമുക്ക് വിളിക്കാം. റിഡോക്സ് കപ്പിൾ. കാര്യം ഓക്സിഡേഷൻ റിഡക്ഷൻ രണ്ടും നടക്കുന്നു സൈമൾട്ടേനിയസ് ആയിട്ട്. അതുകൊണ്ട് റിഡോക്സ് പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ റിഡോക്സ് പ്രോസസ്സ് നടത്തുന്ന കപ്പിൾസ് ആയതുകൊണ്ട് ഇതിന് റിഡോക്സ് കപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന്
വിശ്വസിക്കുന്നു. ഓക്കെ ആണേ. ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കൂ. ദ കോപ്പർ ഇലക്ട്രോഡ് മേ ബി കാൾഡ് റിഡക്ഷൻ ഹാഫ് സെൽ. അത് നമ്മൾ പറഞ്ഞു. ഈ കോപ്പർ ഇലക്ട്രോഡിനെ നമുക്ക് റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കാം. പിന്നെ സിങ്ക് ഇലക്ട്രോഡിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും വിളിക്കാം. അത് നമ്മൾ നേരത്തെ പടം വെച്ച് പറഞ്ഞതാണ്. കോപ്പർ ഇലക്ട്രോഡിനെ എന്തെന്ന് വിളിക്കാം? റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കാം. സിങ്ക് ഇലക്ട്രോഡിനെ എന്തെന്ന് വിളിക്കാം? ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും വിളിക്കാം. ഇനി ദീസ് ടു സെൽസ് ആർ അല്ലെങ്കിൽ ടു ഹാഫ് സെൽസ് ആർ കണക്റ്റഡ് ബൈ മെറ്റാലിക് വയർ. എന്തുകൊണ്ടാണ് ഈ സെല്ലുകളെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഹാഫ് സെല്ലുകളെ കണക്ട് ചെയ്തിരിക്കുന്നത്? മെറ്റാലിക് വയർ. മെറ്റാലിക് വയർ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയോ ത്രൂ അതിനകത്ത് നമ്മൾ ആരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഒരു വോൾട്ട് മീറ്ററിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും. ഈ ഇലക്ട്രോഡുകൾ ഇതിനകത്ത് നമ്മളൊരു വോൾട്ട് മീറ്ററിനെ കൂടെ കൊടുക്കും. ഒരു വോൾട്ട് മീറ്ററിനെയും കൂടെ അവിടെ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. എക്സ്റ്റേണലി ആണ് കേട്ടോ. ആൻഡ് സ്വിച്ച് എക്സ്റ്റേണലി. നമ്മൾ ഈ കണക്ഷൻ നടത്തുന്നതും ഇത് എക്സ്റ്റേണലി ആണോ ഈ കണക്ഷൻ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഹാഫ് സെല്ലുകളെ തമ്മിൽ നമ്മൾ മെറ്റാലിക് വയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഒരു കോപ്പർ വയറോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. പിന്നെയോ ദ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ടു ഹാഫ് സെൽസ്. ഈ ഇലക്ട്രോലൈറ്റുകളെ തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കണം. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ സ്റ്റേറ്റിലിരിക്കുമ്പോഴും അല്ല എങ്കിൽ അക്വസ് സൊല്യൂഷൻ ആയിരിക്കുമ്പോഴും ജലീയ ലായനിയായിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ രണ്ട് ഇലക്ട്രോലൈറ്റുകളുണ്ട്. ഒന്ന് സിങ്ക് സൾഫേറ്റ് ഉണ്ട്, ഇവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഇവയെ ഇൻറ്റേർണലി നമ്മൾ കണക്ട് ചെയ്യും. ഇൻറ്റേർണലി ആരെ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്? ഇൻറ്റേർണലി വി കണക്റ്റഡ് വിത്ത് സാൾട്ട് ബ്രിഡ്ജ്. നമ്മൾ എന്തുപയോഗിച്ചുകൊണ്ടാണ് ഇവയെ കണക്ട് ചെയ്യുന്നത്? സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോഡുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് മെറ്റാലിക് വയർ ഉപയോഗിച്ചുകൊണ്ടും സൊല്യൂഷനുകളെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചുകൊണ്ടും? സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണേ? ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ നോക്കാനുള്ള ടേമാണ് സാൾട്ട് ബ്രിഡ്ജ്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നേരത്തെ ആവർത്തിച്ചത് കൊണ്ടാണ് ഒരല്പം സ്പീഡിന് പറഞ്ഞു പോയത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് സാൾട്ട് ബ്രിഡ്ജ് എന്താണ് എന്നതാണ്. നോക്കാം. സാൾട്ട് ബ്രിഡ്ജ്, ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. കേട്ടോ, ഇതൊരു യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. ആരെന്ന് പറയുന്നത്? സാൾട്ട് ബ്രിഡ്ജ്. കണ്ടെയ്നിങ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ്, അതിനകത്ത് എന്തുണ്ട്? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. ആരുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്? എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെ ഇലക്ട്രോലൈറ്റുകളാവാം? KCl ആവാം. പിന്നെയോ NH4NO3 ആകാം. അതുമല്ലെങ്കിൽ Na2SO4 ആകാം. ഓക്കെ. ഇനിയോ സോളിഡിഫൈഡ് അഗാർ അഗാർ ജെൽ. ഇതൊരു ജെല്ലിനകത്ത് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സോളിഡിഫൈ ചെയ്താണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. ആരുടെ അകത്ത്? നമ്മുടെ സാൾട്ട് ബ്രിഡ്ജിനകത്ത്. കണ്ടോ ഈ സാൾട്ട് ബ്രിഡ്ജ്? ഈ സാൾട്ട് ബ്രിഡ്ജിനകത്ത് ഈ KClൻ്റെയോ അല്ലെങ്കിൽ NH4NO3യുടെയോ സൊല്യൂഷനെ അഗാർ മീഡിയവും അല്ലെങ്കിൽ ജെല്ലുമായി ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കും. ഇതിനകത്ത് നിറയ്ക്കുമ്പോൾ അതൊരു ജെല്ലിൻ്റെ മോഡലിൽ അല്ലെങ്കിൽ ജെല്ലിനെ പോലെ ഈ ട്യൂബിനകത്ത് എന്ത് ചെയ്യും? നിറഞ്ഞിരിക്കും. ഓക്കെ. അങ്ങനെ ഉള്ള ഈ എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഇതിനകത്തേക്ക് ഇവയെ നിറച്ച് സോളിഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് വിച്ച് ഈസ് കണക്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടെയ്നിങ് വിച്ച് കണ്ടെയ്ൻസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ശക്തിയായ ഇലക്ട്രോലൈറ്റുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. KCl ആവാം, NH4NO3 ആവാം, Na2SO4 ആവാം. അത് ആരുടെ മീഡിയത്തിലാണ്? അഗാർ ജെൽ മീഡിയത്തിലാണ് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നിറച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയെന്നാണ് നോക്കുന്നത്. എന്തൊക്കെയാണ് ഈ സാൾട്ട് ബ്രിഡ്ജിൻ്റെ യൂസസ്? ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ വിത്തിൻ ദി ഇൻറ്റേർണൽ സർക്യൂട്ട്. ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
നമുക്ക് ആര് ഉപയോഗിക്കാം? ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കാം വിത്തിൻ ദി ഇൻറ്റേർണൽ സർക്യൂട്ട്. ഇൻറ്റേർണൽ സർക്യൂട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ സാൾട്ട് ബ്രിഡ്ജിനെ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഫങ്ഷൻ. പിന്നെയോ 2, ഇറ്റ് റെഡ്യൂസസ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇത് എന്തിനെ കുറയ്ക്കുന്നു? ഈ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, ഈ ലിക്വിഡുകൾ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, ആ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ ഇത് കുറയ്ക്കുന്നു. അത് നമുക്ക് മറ്റൊരവസരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പറയേണ്ടി വരും. അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അത് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ബട്ട് പ്രിവെൻറ്റ്സ് ഫ്രം മിക്സിങ്. ഓക്കെ, ഇലക്ട്രോഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സൊല്യൂഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ആര് ഉപയോഗിക്കാം? നമ്മുടെ സാൾട്ട് ബ്രിഡ്ജിനെ ഉപയോഗിക്കാം. പക്ഷേ ആ സൊല്യൂഷൻസിനെ മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തമ്മിൽ കലരാനായി ആരനുവദിക്കില്ല? സാൾട്ട് ബ്രിഡ്ജ് അനുവദിക്കില്ല. അപ്പോൾ ഇറ്റ് പെർമിറ്റ്സ് ദ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ഓർ ഇലക്ട്രോലൈറ്റ്സ് ബട്ട് വിച്ച് പ്രിവെൻറ്റ്സ് ദം ഫ്രം മിക്സിങ്. തമ്മിൽ കലരാതെ സൊല്യൂഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ആര് നമ്മളെ സഹായിക്കുന്നു? സാൾട്ട് ബ്രിഡ്ജ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടിനകത്ത് സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുന്നു. പിന്നെ സൊല്യൂഷൻസിനെ തമ്മിൽ എന്ത് ചെയ്യാൻ, പരസ്പരം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നു. ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജുകൾ എത്ര തരം? ഓക്കെ, അപ്പോൾ അതാ നമ്മൾ നോക്കുന്നു. ദർ ആർ മെയിൻലി 2 types of salt bridge used in electrochemical cells. ഇലക്ട്രോകെമിക്കൽ സെല്ലുകളുടെ അകത്ത് പ്രധാനമായും 2 തരത്തിലുള്ള സാൾട്ട് ബ്രിഡ്ജുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ഗ്ലാസ് ട്യൂബ് ബ്രിഡ്ജ്, നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ് ട്യൂബ് ബ്രിഡ്ജ്. രണ്ടാമത്തേത് ഫിൽറ്റർ പേപ്പർ ബ്രിഡ്ജ്. രണ്ടാമത്തേതാണ് ഫിൽറ്റർ പേപ്പർ ബ്രിഡ്ജ്. ഗ്ലാസ് ട്യൂബ് ബ്രിഡ്ജ് എന്നും ഫിൽറ്റർ പേപ്പർ ബ്രിഡ്ജ് എന്നും 2 തരത്തിലുള്ള ബ്രിഡ്ജുകളെയാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഗാൽവാനിക് സെല്ലുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് സാധാരണഗതിയിൽ ഗാൽവാനിക് സെല്ലുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഗിബ്സ് എനർജി എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അത് ആ ഗിബ്സ് എനർജി, അവിടെയുള്ള റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗിബ്സ് എനർജി എന്ന് പറയുന്നത് പൂർണ്ണമായും ഇലക്ട്രിക്കൽ വർക്ക് ലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഗാൽവാനിക് സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 സെൽ റിയാക്ഷൻസ് കാണുമെന്ന് പറഞ്ഞു, 2 ഹാഫ് സെൽ റിയാക്ഷൻസ് കാണുമെന്ന് പറഞ്ഞു. ഒന്ന് റിഡക്ഷൻ ഹാഫ് സെല്ലും മറ്റൊന്ന് ഓക്സിഡേഷൻ ഹാഫ് സെല്ലുമാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അതിനകത്തുള്ള ഇലക്ട്രോഡുകൾ കോപ്പർ ഇലക്ട്രോഡ് കാണും, സിങ്ക് ഇലക്ട്രോഡ് കാണും. അതിൽ കോപ്പറിനകത്താണ് റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതെന്നും സിങ്കിനകത്ത് ഓക്സിഡേഷൻ പ്രോസസ്സാണ് നടക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിൻ്റാണ് ഈ ഹാഫ് സെല്ലുകളെ നമ്മൾ റിഡോക്സ് കപ്പിളുകൾ എന്ന പേരിലും എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ സിങ്ക് ഇലക്ട്രോഡ് പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ അതെങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു ടേമാണ് എന്ത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ടേം, സാൾട്ട് ബ്രിഡ്ജ്. ഇനി നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കി. ആ യു ഷേപ്ഡ് ട്യൂബാണെന്ന് നമുക്കറിയാം. അതിനകത്ത് നിറച്ചിരിക്കുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സാൾട്ട് ബ്രിഡ്ജുകളെ പ്രധാനമായും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്, ഫങ്ഷൻസ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ് എന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സാൾട്ട് ബ്രിഡ്ജുകൾ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നതിലൊന്ന് ഗ്ലാസ് ട്യൂബ് ബ്രിഡ്ജും മറ്റൊന്നേതാണ് ഫിൽറ്റർ പേപ്പർ ബ്രിഡ്ജും എന്ന് അറിയപ്പെടുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. ക്ലിയറായിട്ട് എല്ലാവരും എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.